BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. NSS SNDP ഐക്യമീക്കത്തിൽ നിന്നും പിന്മാറുവാൻ ആരും ഇടപെട്ടിട്ടില്ല. വെള്ളാപ്പള്ളിയുടെ ആരോപണം ശരിയല്ല. ജി സുകുമാരൻ നായർ. NSS SNDP ഐക്യമീക്കത്തിൽ നിന്നും പിന്മാറുവാൻ മറ്റിടപെടൽ ഉണ്ടെന്ന വെള്ളാപ്പള്ളി നടേശന്റെ ആരോപണം ശരിയല്ലെന്ന് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. ആരുടെയും ഇടപെടൽ കൊണ്ടല്ല ഐക്യം വേണ്ടെന്ന് വച്ചത്. ഐക്യകണ്ഠേന പാസാക്കിയ പ്രമേയമാണ് തന്റെ പേര് വച്ച് പ്രസിദ്ധീകരിച്ചത്. ഡയറക്ടർ ബോർഡ് യോഗത്തിന് തീരുമാനം താൻ പറയുകയായിരുന്നു, സുകുമാരൻ നായർ പറഞ്ഞു. വെള്ളാപ്പള്ളിയെക്കുറിച്ച് രാഷ്ട്രീയ നേതാക്കൾ മോശമായി പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് താൻ സംസാരിക്കുകയായിരുന്നു. അങ്ങനെയാണ് വെള്ളാപ്പള്ളി NSSുമായി ബന്ധപ്പെടുന്നത്. ഐക്യം വേണമെന്ന് വെള്ളാപ്പള്ളിയാണ് ആവശ്യപ്പെട്ടത്. 21-ന് നേതൃയോഗം കൂടുമെന്നും അതിലൊരു തീരുമാനമെടുത്തിട്ട് ചർച്ച ചെയ്യാമെന്നും പറഞ്ഞു. തുഷാർ വെള്ളാപ്പള്ളി സംസാരിക്കുവാനായി എത്തുമെന്ന് പറഞ്ഞു. 3 ദിവസത്തിനകം വന്ന് സംസാരിക്കാമെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. പിന്നീട് ഞാൻ തന്നെയാണ് അദ്ദേഹത്തെ വിളിക്കുകയും ഇത്തരം ചർച്ചകളിൽ താങ്കൾക്ക് എങ്ങനെ വരാൻ കഴിയുമെന്ന്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എങ്ങനെ ഈ ഐക്യ ചർച്ചയ്ക്ക് പങ്കെടുക്കുമെന്നും ചോദിച്ചത്. അതുകൊണ്ട് തുഷാർ വെള്ളാപ്പള്ളി വരേണ്ടെന്ന് താനാണ് പറഞ്ഞത്. ഐക്യമുണ്ടാക്കുന്നതിൽ ഇടപെടൽ ഉണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ് താൻ അതിൽ നിന്നും പിന്മാറിയത്, സുകുമാരൻ നായർ വ്യക്തമാക്കി. തെളിവ് നശിപ്പിക്കുകയോ അതിജീവിതയെ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യരുത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യം കർശന ഉപാധികളോടെ. 3ാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ജാമ്യം കർശന ഉപാധികളോടെ. അന്വേഷണവുമായി സഹകരിക്കണമെന്നാണ് ജാമ്യ ഉത്തരവ്. തെളിവ് നശിപ്പിക്കുവാനോ സാക്ഷികളെ സ്വാധീനിക്കുവാനോ ശ്രമിക്കരുത്. എല്ലാ ശനിയാഴ്ചയും അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാക്കണം എന്നുമാണ് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയുടെ ഉത്തരവിൽ പറയുന്നത്. പരാതിക്കാരിയും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിന്റെ ശബ്ദരേഖ പ്രതിഭാഗം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ശബ്ദരേഖയുടെ ആധികാരികത പരിശോധിക്കണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു. അതിജീവിതയുമായി ഉണ്ടായിരുന്നത് ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നു എന്നാണ് ജാമ്യാപേക്ഷയിൽ രാഹുൽ ഉന്നയിച്ചിരുന്നത്. കേസിൽ അറസ്റ്റിലായി 18ാം ദിവസമാണ് രാഹുലിന് ജാമ്യം ലഭിക്കുന്നത്. ജാമ്യ ഉത്തരവ് മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിൽ എത്തുന്ന മുറയ്ക്ക് രാഹുൽ പുറത്തിറങ്ങും. ഒടുവിൽ ചിന്നസ്വാമി സ്റ്റേഡിയം ഹോം ഗ്രൌണ്ട് ആക്കാമെന്ന് RCB. കർണാടക സർക്കാരുമായി അവസാനഘട്ട ചർച്ചയിൽ. ഇന്ത്യൻ പ്രീമിയർ ലീഗ് കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു സ്വന്തമാക്കിയതിന് പിന്നാലെ നടന്ന വിജയാഘോഷ പ്രകടനത്തിനിടെ ഉണ്ടായ ദുരന്തവും ഫ്രാഞ്ചൈസിക്കെതിരെ വന്ന നിയമ നടപടികളും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. ഇതിനെല്ലാം പിന്നാലെയാണ് ഇനി ചിന്നസ്വാമി സ്റ്റേഡിയം ഹോം ഗ്രൌണ്ടായി വേണ്ടെന്ന RCBയുടെ തീരുമാനമുണ്ടായത്. എന്നാൽ ആ തീരുമാനത്തിൽ നിന്നും ഒടുവിൽ ഫ്രാഞ്ചൈസി പിന്മാറിയിരിക്കുകയാണ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും രാജസ്ഥാൻ റോയൽസും ചിന്നസ്വാമി സ്റ്റേഡിയം ഹോം ഗ്രൌണ്ട് ആക്കാമെന്നാവശ്യമായി മുന്നോട്ട് വന്നതോടെയാണ് RCB തീരുമാനം മാറ്റിയത് എന്നാണ് വിവരം. ഇക്കാര്യം ഔദ്യോഗികമായി കർണാടക സർക്കാരിനെ അറിയിച്ചു. സ്റ്റേഡിയം കഴിഞ്ഞ സീസണിലേതുപോലെ ടീമിന്റെ ഹോം ഗ്രൌണ്ടായി ഉപയോഗിക്കാമെന്ന് ടീം അധികൃതർ കർണാടക സർക്കാരിനെ അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും തുടരുകയാണ്. പിണറായിയെ താഴെയിറക്കുവാൻ UDF എന്തു പറഞ്ഞാലും അനുസരിക്കും PV അൻവർ. കേരളം മുഴുവൻ UDFന് കിട്ടാൻ പോവുകയാണെന്ന് PV അൻവർ. അതിൽ ആദ്യം പിടിക്കുന്നത് ബേപ്പൂർ ആയിരിക്കും. പരമാവധി മണ്ഡലങ്ങളിൽ UDFനായി പ്രവർത്തിക്കണം എന്നാണ് ആഗ്രഹം. ബേപ്പൂരിന് ഒരു സ്പെഷ്യൽ പരിഗണനയുണ്ടാകും. പിണറായിയെ അധികാരത്തിൽ നിന്നും ഇറക്കുവാൻ UDF നേതൃത്വം എന്തു പറഞ്ഞാലും അനുസരിക്കും. പിണറായിസവും മരുമോനിസവും ജനാധിപത്യ കേരളത്തിന്റെ ക്യാൻസറാണ്. കേരളം കണ്ടിട്ടില്ലാത്ത വർഗീയതയാണ് മുഖ്യമന്ത്രിയുടെയും അനുചരന്മാരുടെയും വായിൽ നിന്നും വരുന്നതെന്നും PV അൻവർ വിമർശിച്ചു. കേരളത്തിൽ എവിടെയും മത്സരിക്കുവാൻ തൃണമൂൽ കോൺഗ്രസ് തയ്യാറെന്നും PV അൻവർ നേരത്തെ പറഞ്ഞിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധത പൂർണ്ണമായി പ്രകടമായിട്ടില്ലെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് UDFന് ലഭിക്കുമെന്നും PV അൻവർ വ്യക്തമാക്കിയിരുന്നു. വിളപ്പിൽ ശാല ആശുപത്രിക്ക് വീഴ്ചയില്ല. പ്രാഥമിക ചികിത്സ നൽകി മന്ത്രി വീണ ജോർജ്. തിരുവനന്തപുരം വിളപ്പിൽ ശാല സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. വിളപ്പിൽശാല ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകി. ഗേറ്റ് തുറന്നില്ല എന്നാണ് ആദ്യം വന്ന വാർത്ത. 2 മിനിറ്റിൽ രോഗിയെ അകത്തു കൊണ്ടുപോയി. സാധ്യമായ ചികിത്സ ഏറ്റവും വേഗത്തിൽ നൽകിയെന്ന് വീണ ജോർജ് നിയമസഭയിൽ പറഞ്ഞു. പരാതി കിട്ടിയ ഉടനെ അന്വേഷിക്കുവാൻ നിർദ്ദേശിച്ചു. സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. പ്രാഥമിക റിപ്പോർട്ടിലെ കാര്യങ്ങളാണ് താൻ പറയുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ കൂടുതൽ വ്യക്തത വരുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ആരോഗ്യ പ്രവർത്തകരെ നിരന്തരമായി ആക്രമിക്കുവാൻ അവസരമൊരുക്കരുതെന്നും ഇങ്ങനെയുള്ള പ്രചാരണം അവരുടെ മനോവീര്യം തകർക്കുമെന്നും മന്ത്രി പറഞ്ഞു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. 4 കിലോഗ്രാം ഭാരമുള്ള പോളിസ്റ്റിക് കിഡ്നി 3D ലാപ്രോസ്കോപ്പിക് ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്ത് VPS
ലേക്ക് ഷോർ ആശുപത്രി. കേരളത്തിൽ ആദ്യമായി 3D ലാപ്രോസ്കോപ്പിക് കീഹോൾ ശസ്ത്രക്രിയയിലൂടെ വൃക്കയിൽ രൂപപ്പെട്ട 4 കിലോഗ്രാം ഭാരമുള്ള ഭീമാകാരമായ മുഴ പോളിസ്റ്റിക് കിഡ്നി വിജയകരമായി നീക്കം ചെയ്ത് കൊച്ചി VPS ലേക്ക് ഷോർ ആശുപത്രി യൂറോളജി വിഭാഗം. 50 വയസ്സുകാരനായ പുരുഷനിൽ 30 സെന്റിമീറ്റർ നീളത്തിലുള്ള പോളിസ്റ്റിക് കിഡ്നിയാണ് അതിസങ്കീർണവും അപൂർവവുമായ ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തത്. വൃക്കകളിൽ ദ്രാവകം നിറഞ്ഞ് മുഴകൾ രൂപപ്പെടുന്ന ഒരു രോഗമാണ് പോളിസ്റ്റിക് കിഡ്നി ഡിസീസ്. ഇരുവൃക്കകളിലും ഇത്തരത്തിൽ കുമിളകൾ രൂപപ്പെട്ട് പ്രവർത്തനം തകരാറിലായ അവസ്ഥയിലായിരുന്നു രോഗിക്ക്. വാരിയെല്ല് മുതൽ ഇടുപ്പ് വരെ ബാധിച്ച കുമിളകൾ കാരണം രോഗി വലിയ പ്രയാസത്തിലായിരുന്നു. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് മുന്നോടിയായാണ് ഈ കീഹോൾ സർജറി നടത്തിയത്. പരമ്പരാഗതമായി തുറന്ന ശസ്ത്രക്രിയയാണ് ഇത്തരം ഘട്ടങ്ങളിൽ നടത്താറുള്ളത്. എന്നാൽ രോഗി അനുഭവിക്കേണ്ടി വരുന്ന വേദന കുറയ്ക്കുകയും രക്തസ്രാവം നിയന്ത്രിക്കുകയും വേഗത്തിൽ സുഖം പ്രാപിക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്ന കീഹോൾ ശസ്ത്രക്രിയ VPS ലേക്ക് ഷോറിലെ യൂറോളജി വിഭാഗം ഡോക്ടർമാർ തിരഞ്ഞെടുക്കുകയായിരുന്നു. വെള്ളാപ്പള്ളിയുടെ പത്മഭൂഷൺ പിൻവലിക്കണം, രാഷ്ട്രപതിക്ക് പരാതി നൽകും SNDP സംരക്ഷണ സമിതി. വെള്ളാപ്പള്ളി നടേശന്റെ പത്മഭൂഷൺ പിൻവലിക്കണമെന്ന് SNDP സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. അനേകം തട്ടിപ്പ് കേസുകളിൽ പ്രതിയായ ഒരാൾക്ക് പുരസ്കാരം നൽകുന്നത് നിയമവിരുദ്ധമാണെന്ന് SNDP സംരക്ഷണ സമിതി പ്രതികരിച്ചു. വെള്ളാപ്പള്ളി 21 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്നും വഞ്ചനാകുറ്റം, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ടെന്നും സംരക്ഷണ സമിതി അറിയിച്ചു. പത്മവിഭൂഷൺ ജേതാവ് VS അച്യുതാനന്ദൻ നൽകിയ പരാതിയിൽ വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കേസിലെയും പ്രതിയാണ് വെള്ളാപ്പള്ളി. പണം നൽകിയാണോ പുരസ്കാരം ലഭിച്ചതെന്ന് വെള്ളാപ്പള്ളി വ്യക്തമാക്കണമെന്ന് സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. പത്മഭൂഷൺ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രപതിക്ക് പരാതി നൽകുമെന്നും തീരുമാനത്തിനെതിരെ കോടതിയെ സമീപിക്കുമെന്നും സംരക്ഷണ സമിതി അറിയിച്ചു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.